ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പരിശുദ്ധ അമ്മയോട് ചേർന്ന് ഈ ദിവസങ്ങളിൽ നമ്മളെ ചേർത്ത് ഇരുത്തിയിരിക്കുകയാണ്. പരിശുദ്ധ അമ്മയുടെ മരിയോത്സവത്തിലാണ് നമ്മൾ പങ്കെടുക്കുന്നത്. തീർച്ചയായും പരിശുദ്ധ അമ്മയുടെ ജീവിതവുമായി ചേർത്ത് വെക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകമാണ് ഉണ്ടാവുക. കാരണം പരിശുദ്ധ അമ്മ, നമുക്കറിയാം, നമ്മൾ ജപമാല ചെല്ലുമ്പോൾ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നു: പിതാവായ ദൈവത്തിന്റെ മകളും പുത്രനായ യേശുവിന്റെ അമ്മയും പരിശുദ്ധാത്മാവായ ദൈവത്തിന് ഏറ്റവും പ്രിയങ്കരിയുമാണ് പരിശുദ്ധ അമ്മ. പ്രൈസ് ദി ലോർഡ്. നമ്മളിപ്പോ ഈ ധ്യാനത്തിന് വന്നാലും നമുക്കറിയാം, നമുക്ക് പ്രിയപ്പെട്ട ആളുകളെ കാണുമ്പോൾ നമ്മൾ അവരുടെ അടുത്ത് സീറ്റ് പിടിക്കാൻ നോക്കും. ഇനി ബസ്സിന് പോവുകയാണെങ്കിലൊക്കെ ആണെങ്കിലും, നമ്മൾ ദൂരേക്ക് പോകുന്ന അല്ലെങ്കിൽ ഒരു യാത്രയ്ക്ക് പോവുകയാണെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കുക, നമുക്ക് പരിചയമുള്ള ആരെങ്കിലും ഉണ്ടോ എന്നാണ്. അങ്ങനെയാണെങ്കിൽ പരിശുദ്ധാത്മാവ് ഈ സമൂഹത്തിലേക്ക് വരുമ്പോൾ ആരെയായിരിക്കും ആദ്യം നോക്കുക? പരിശുദ്ധാത്മാവിന് ഏറ്റവും പ്രിയങ്കരിയായ പരിശുദ്ധ അമ്മ എവിടെയാണ് നിൽക്കുന്നതെന്ന്. അപ്പൊ നമ്മൾ പരിശുദ്ധ അമ്മയോട് ചേർന്ന് ജപമാല ചൊല്ലി മരിയോത്സവത്തിൽ പങ്കെടുക്കുമ്പോൾ നമ്മുടെയൊക്കെ കൂടെ പരിശുദ്ധ അമ്മയെ കാണുമ്പോൾ പരിശുദ്ധാത്മാവ് എന്ത് ചെയ്യും? നമ്മുടെ ഓരോരുത്തരുടെ അടുത്തേക്ക് ചേർന്ന് നിൽക്കും. പ്രൈസ് ദി ലോർഡ്. ആർക്കൊക്കെ പരിശുദ്ധ അമ്മയോട് ബന്ധമുണ്ടോ അവരുടെ എല്ലാം കൂടെ പരിശുദ്ധാത്മാവുണ്ട് എന്നുള്ളതാണ് ഒരു ദൈവിക സത്യം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ സ്വർഗത്തിന്റെ 3-ാം തട്ട് വരെ ഉയർത്തപ്പെട്ട ഒരു ആത്മീയ ആചാര്യനാണ്. അദ്ദേഹം റോമാലേഖനം എഴുതിയപ്പോൾ അതിന്റെ 7-ാം അധ്യായം 14 മുതലുള്ള വാക്യങ്ങളിൽ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്: എനിക്ക് നന്മ ആഗ്രഹിക്കാൻ പറ്റുന്നുണ്ട്, പക്ഷെ എനിക്ക് നന്മ ചെയ്യാൻ പറ്റുന്നില്ല. ഞാൻ ആഗ്രഹിക്കുന്ന നന്മയേക്കാളൊക്കെ അധികം ഞാൻ ചെയ്തു പോകുന്നത് ആഗ്രഹിക്കാത്ത തിന്മയാണ്. എന്റെ ഉള്ളിൽ ദൈവത്തിന്റെ നിയമങ്ങൾ ഉണ്ട് എങ്കിലും അതിനോട് മറ്റൊരു നിയമം എന്റെ ഉള്ളിൽ തന്നെ നിന്ന് പോരാടുന്നത് കൊണ്ട് എനിക്ക് ആഗ്രഹിക്കുന്നത് പോലെ നന്മ ചെയ്യാൻ പറ്റുന്നില്ല എന്ന് അദ്ദേഹം എഴുതി. അദ്ദേഹത്തിന്റെ സുവിശേഷ ശുശ്രൂഷകളുടെ കാലഘട്ടങ്ങളിൽ അദ്ദേഹം എഴുതിയ തിരുവചന സന്ദേശമാണിത്. പ്രിയപ്പെട്ടവരെ, സ്വർഗത്തിന്റെ 3-ാം തട്ട് വരെയൊക്കെ ഉയർത്തപ്പെട്ടവരാരെങ്കിലും ഇവിടെ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ഞാൻ ഇതുവരെ അങ്ങനെയൊന്നും ദൈവാനുഭവം പ്രാപിച്ചിട്ടില്ല. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയാണെങ്കിൽ പൗലോസ്ലീഗയുടെ അവസ്ഥ ഇതാണ്. നമ്മുടെ കാര്യം ഇതെന്താണ്? നന്മ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്, പ്രാർത്ഥിക്കണമെന്നാണ് നമ്മുടെ ആഗ്രഹം. ഇപ്പൊ ഈ ധ്യാനത്തിന് തന്നെ നമ്മൾ വലിയ ആഗ്രഹത്തോടെ വന്നിരിക്കുന്നു. പലപ്പോഴും നമ്മൾ ഉറങ്ങി തൂങ്ങിപ്പോവുകയാണ്. ആഗ്രഹം എന്നതാ? ഉറങ്ങണം എന്നാണോ? അല്ല, ക്ഷമിക്കണം എന്നാണ് നമ്മുടെ ആഗ്രഹം. പക്ഷെ പറ്റുന്നില്ല. ചില സാഹചര്യം വരുമ്പോൾ നമുക്ക് ചിലരോടൊന്ന് ക്ഷമിക്കാൻ പറ്റുന്നില്ല. നമ്മളിങ്ങനെ പറയും, ഞാൻ ക്ഷമയുടെ നെല്ലിപ്പടി കണ്ട അവരുടെ കൂടെ ജീവിക്കുന്നത്, അല്ലേ? കരുണ കാണിക്കണം നമുക്ക് ആഗ്രഹമൊക്കെ ഉണ്ട്. പക്ഷെ കരുണ കാണിക്കുന്നയാളുടെ അടുത്ത് സ്ഥിരമായിട്ട് ഇതിനായിട്ട് തന്നെ വന്നു കഴിയുമ്പോഴോ നമുക്ക് ചിലപ്പോ ഒരു അലസ്വരം തോന്നിയെന്ന് വരാം. ഇവരെന്നെ എന്റെ പുറകെ ഇങ്ങനെ നടക്കുന്നത് എന്നൊക്കെ നമുക്ക് തോന്നാം. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ലിമിറ്റില്ലാത്ത നന്മയുടെ ഉറവിടമായ പരിശുദ്ധാത്മാവ് നമ്മളിലേക്ക് വന്നു കഴിയുമ്പോൾ നമുക്ക് വ്യത്യാസം ഉണ്ടാകും എന്നാണ് പൗലോസ്ലീഗ തീത്തോസിന് എഴുതിയ ലേഖനത്തിൽ വ്യക്തമാക്കുക. അദ്ദേഹം ഇങ്ങനെ എഴുതി. തീത്തോസിന് എഴുതിയ ലേഖനത്തിലെ 3-ാം അധ്യായത്തിന്റെ 3 മുതലുള്ള വാക്യങ്ങളിൽ നമ്മൾ വായിക്കുകയാണ്: ഒരിക്കൽ നമ്മൾ ഈ ലോകത്തിന്റെ ഗതി പിന്തുടർന്നവരാണ്. നമ്മുടെ ഉള്ളിൽ ജഡത്തിൻ്റെതായ എല്ലാ താല്പര്യങ്ങളും ഉണ്ടായിരുന്നു. പരസ്പരം വെറുക്കുന്നവരും മുറിവേൽപ്പിക്കുന്നവരും തിന്മയിൽ മുഴുകിയവരും, അങ്ങനെ ഒരു ലിസ്റ്റാണ് അദ്ദേഹം പറയുക. ഇങ്ങനെയുണ്ടായിരുന്ന നമ്മൾ നമ്മുടെ കർത്താവായ രക്ഷകനായ ക്രിസ്തുവിലൂടെ അവിടുന്ന് നമുക്ക് വാഗ്ദാനം ചെയ്ത പരിശുദ്ധാത്മാവിലൂടെയുള്ള പുനരുജ്ജീവനത്തിന്റെ സ്നാനത്താൽ പുതിയ സൃഷ്ടികളായി മാറിയിരിക്കുന്നു. അതുകൊണ്ട് നമുക്ക് ആഗ്രഹിക്കുന്നത് പോലെ നന്മ ചെയ്യാൻ പറ്റുമെന്ന് അദ്ദേഹം വ്യക്തമാക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എങ്ങനെയാണ് ഒരു വ്യക്തിക്ക് ആഗ്രഹിക്കുന്ന നന്മയിലേക്ക് അല്ലെങ്കിൽ വിശുദ്ധ ജീവിതത്തിലേക്ക് വരാനായിട്ട് പറ്റുക? രക്ഷകനായ യേശുക്രിസ്തുവിലൂടെ വാഗ്ദാനം ചെയ്ത പരിശുദ്ധാത്മാവിന്റെ സ്നാനത്താലാണ് ഒരു വ്യക്തിക്ക് ഒരു പുതിയ സൃഷ്ടിയായി മാറാനായിട്ട് പറ്റുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പരിശുദ്ധ ദൈവമാതാവ് പരിശുദ്ധാത്മാവിൻ നിറഞ്ഞ വ്യക്തിത്വമായിരുന്നു. പ്രൈസ് ദി ലോർഡ്. എന്നെ പരിചയപ്പെടുത്തിയപ്പോൾ അച്ഛൻ ഇങ്ങനെ പറഞ്ഞു:
മേരി മാർഗരറ്റ് എന്നാണ് പേര്. പിന്നെ ഒരു വാലായിട്ട് നന്ദിനി എന്നും കൂടെ പറഞ്ഞു അല്ലേ. കാരണം ഞാൻ ഹിന്ദുവായിരുന്നു. 25 വർഷങ്ങൾക്ക് മുമ്പ് ഡിവൈൻ ധ്യാന മന്ദിരം തുടങ്ങിയ ആ വർഷത്തില് ഞാൻ ഇവിടെ ധ്യാനിക്കാനായിട്ട് വന്നതാണ്. ദൈവത്തിന്റെ കൃപ കൊണ്ട്, അവിടുത്തെ കരുണയാൽ അവിടുന്ന് എന്നെ ദൈവിക ശുശ്രൂഷയിൽ പങ്കാളിയാക്കാൻ തിരുമനസ്സായതുകൊണ്ടാണ് എനിക്കിത് നിങ്ങളുടെ മുമ്പിൽ നിൽക്കാനായിട്ട് പറ്റുക. 1992 ബഹുമാനപ്പെട്ട മാത്യു നായിക്കമ്പറമ്പിലച്ചൻ മറൈൻ ഡ്രൈവ് കൺവെൻഷൻ നടത്തുന്നത്. ആ കൺവെൻഷനിൽ ഞാനും പങ്കെടുത്തിരുന്നു. ആ കൺവെൻഷന് ശേഷം അച്ഛൻ നേരെ പോയത് വിദേശ രാജ്യങ്ങളിൽ ശുശ്രൂഷയ്ക്കാണ്. ബഹുമാനപ്പെട്ട മാത്യു നായിക്കമ്പറമ്പിലച്ചനും ബഹുമാനപ്പെട്ട ജോൺ എഫ് ചെറിയവള്ളി അച്ഛനും ചേർന്ന് വിദേശ രാജ്യത്തേക്ക് ശുശ്രൂഷയ്ക്ക് പോകുമ്പോൾ, അന്ന് ഡിവൈനിൽ ഇത്ര സെറ്റപ്പ് ഒന്നും അല്ല, അന്ന് ഈ കെട്ടിടമൊന്നും മേടിച്ചിട്ടില്ല, ചാക്കോളയുടെ കമ്പനി പോലും മേടിക്കാത്ത കാലം. പോകുമ്പോൾ അച്ഛൻ ഇങ്ങനെ പറഞ്ഞു, നന്ദിനി, ഫോട്ടോയിൽ എന്റെ ലെറ്റർ വരും, നീ അത് എടുത്തോണ്ട് വരണം. ഇവിടെ എന്റെ ലെറ്റർ വരും, അതെടുക്കണം. ഒഫീഷ്യലായ ലെറ്റേഴ്സ് ഒക്കെ നീ അവിടെ മാറ്റിവെക്കണം. പ്രാർത്ഥനാ നിയോഗങ്ങൾ എഴുതിയവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അതുപോലെ പറ്റുമെങ്കിൽ നിനക്ക് പ്രാർത്ഥിച്ചിട്ട് മറുപടി കൊടുക്കേണ്ട കാര്യങ്ങൾക്ക് ഒരു ചെറിയ കുറിപ്പില് അച്ഛന് വേണ്ടി പ്രാർത്ഥിക്കാൻ, അച്ഛൻ വിദേശത്താണെന്നും പറഞ്ഞ് ഒരു മറുപടി അയക്കണം എന്ന് പറഞ്ഞിട്ടാണ് അച്ഛൻ പോയത്. അപ്രകാരം തന്നെ ഞാൻ ചെയ്തു. അങ്ങനെ ഒരു ലെറ്റർ പൊട്ടിച്ച് ഒരു ദിവസം വായിക്കുമ്പോൾ, അന്ന് ഞാൻ ഡിവൈനില് ബഹുമാനപ്പെട്ട മാത്യു നായിക്കമ്പറമ്പിലച്ചന്റെ കൂടെ ആദ്യകാലം മുതൽ ശുശ്രൂഷ ചെയ്യുന്ന ബഹുമാനപ്പെട്ട മേരി ടീച്ചറിന്റെ കറുകുറ്റിയിലുള്ള പ്രയർ സെന്ററിലാണ്. അപ്പൊ കത്തൊക്കെ കൊണ്ടുപോയി അവിടെ ഇരുന്നാണ് വായിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും മറുപടി എഴുതുന്നതും. എന്റെ കൂടെ കുറെ സഹോദരിമാരും ഉണ്ട്. അങ്ങനെ ഒരു ലെറ്റർ ഇങ്ങനെ ഞാൻ പൊട്ടിച്ചപ്പോൾ ഇങ്ങനെയാണ് വായിച്ചത്: നിങ്ങൾ ജനത്തെ വഞ്ചിക്കുന്ന അന്ധരായ മാർഗദർശികളാണ്. അങ്ങനെയാണ് അച്ഛന് വന്ന ഒരു ലെറ്റർ. മറൈൻ ഡ്രൈവ് കൺവെൻഷനിൽ ഞാൻ നിങ്ങളുടെ വചന ശുശ്രൂഷയിൽ പങ്കെടുത്തു. അദ്ദേഹം ഇങ്ങനെ എഴുതി: യേശുക്രിസ്തു ആകാശത്തിന് കീഴെ മനുഷ്യരുടെ രക്ഷയ്ക്കായി ക്രിസ്തു മാത്രമേ ഉള്ളൂവെന്ന് അപ്പോസ്തല നടപടി പുസ്തകം 4:12 പറയുമ്പോൾ എന്തിനാണ് നിങ്ങൾ മറിയത്തെ ഉയർത്തി നിർത്തുന്നത്? അതിന്റെ കാര്യം എന്താണ്? യേശുക്രിസ്തുവിലൂടെ രക്ഷ പ്രാപിക്കുന്നവരെ വിശ്വാസ തകർച്ചയിലേക്ക് കൊണ്ടുപോകുന്ന തിന്മയുടെ ബന്ധനമാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോഴുള്ളത്. അത് നിങ്ങൾ ശരിയായ ഒരു ശുശ്രൂഷയല്ല ചെയ്യുന്നത് എന്ന് പറഞ്ഞ് ഉള്ള ഒരു കത്തായിരുന്നു അത്. വിഗ്രഹാരാധനയെക്കുറിച്ചും അതെന്റെ വിഷയമല്ലാത്തതുകൊണ്ട് അതിനെക്കുറിച്ച് ഇപ്പോൾ ഞാൻ പറയുന്നില്ല. ഈ കത്ത് വായിച്ചു കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ പ്രയർ ഹോളിൽ മാതാവിന്റെ ഒരു വലിയ സ്റ്റാച്യു ഉണ്ട്. ഇതുപോലെ ആ മാതാവിന്റെ രൂപത്തിലേക്ക് നോക്കി. നിയമാവർത്തന പുസ്തകത്തിലെ വചനമാണ് അദ്ദേഹം എഴുതിയിരുന്നത്: നിങ്ങൾ പുരുഷന്റെയോ സ്ത്രീയുടെയോ രൂപമൊന്നും ഉണ്ടാക്കരുത്, അതിനെ ആരാധിക്കരുത്. ഞാനിങ്ങനെ മാതാവിന്റെ രൂപത്തിലേക്ക് നോക്കി, ഇതൊരു സ്ത്രീയുടെ രൂപമാണ്. ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഹിന്ദുവായിരുന്നുവെന്ന്. ഒരു ഡൗട്ട് ചോദിക്കാനായിട്ട് പറ്റിയ ആളില്ല. അന്ന് ബഹുമാനപ്പെട്ട വനക്കിലച്ഛൻ മാത്രമേ ഉള്ളൂ. അച്ഛന്റെ അച്ഛന്മാരും ഡിവൈനിലും ഇല്ല. അപ്പോൾ ബഹുമാനപ്പെട്ട ചെറിയവള്ളച്ചൻ എന്നോട് പറയുമായിരുന്നു, നിനക്ക് എന്തെങ്കിലും സ്പിരിച്വൽ കാര്യങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ പരിശുദ്ധാത്മാവിനോട് ചോദിച്ചാൽ മതി, പരിശുദ്ധാത്മാവ് എല്ലാ കാര്യങ്ങളും പഠിപ്പിക്കും. യോഹന്നാന്റെ സുവിശേഷം 14:26 പരിശുദ്ധാത്മാവ് ആദ്യം മുതലേ കൂടെയുള്ളവനായതുകൊണ്ട്, ആദ്യം മുതലേ എന്ന് പറയുമ്പോൾ എന്ന് മുതലാണ്? ലൂക്കാസ് സുവിശേഷകൻ സുവിശേഷം എഴുതിയപ്പോൾ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്. 1-ാം അധ്യായം ആരംഭിക്കുന്നത് ഇങ്ങനെയാണ്. ലൂക്കാസ് സുവിശേഷത്തിന്റെ 1-ാം അധ്യായം നാം സ്ഥിരമായി വായിക്കുന്ന ലൂക്കാസ് സുവിശേഷത്തിന്റെ 1-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ ഇങ്ങനെയാണ്: നമ്മുടെ ഇടയിൽ നിറവേറിയ കാര്യങ്ങളുടെ വിവരണം എഴുതാൻ അനേകം പേർ പരിശ്രമിച്ചിട്ടുണ്ടല്ലോ. അനേകം പേർ പരിശ്രമിച്ചിട്ടുണ്ട്. എന്തിനു വേണ്ടിയാ? നമ്മുടെ ഇടയിൽ നിറവേറിയ കാര്യങ്ങളുടെ വിവരണം എഴുതാൻ. എന്താണ്? യേശുക്രിസ്തുവിന്റെ മനുഷ്യാവതാരം, യേശുക്രിസ്തുവിന്റെ പീഡാനുഭവം, യേശുക്രിസ്തുവിന്റെ കുരിശുമരണം, യേശുവിന്റെ ഉത്ഥാനം, യേശുക്രിസ്തു സ്വർഗാരോഹണം ചെയ്തത്, യേശു സ്ലീഹന്മാർക്ക് പരിശുദ്ധാത്മാവിന്റെ അഗ്നി അയച്ചത്, അങ്ങനെ അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ. അതാണ് അദ്ദേഹം എഴുതിയത്. നമ്മുടെ ഇടയിൽ നിറവേറിയ കാര്യങ്ങളുടെ വിവരണം എഴുതാൻ അനേകം പേർ പരിശ്രമിച്ചിട്ടുണ്ടല്ലോ. അതാകട്ടെ ആദ്യം മുതൽ തന്നെ വചനത്തിന്റെ ദൃക്സാക്ഷികളും ശുശ്രൂഷകന്മാരും ആയിരുന്നവർ. ആരാണ് സുവിശേഷം എഴുതിയത്? ആദ്യം മുതലേ വചനത്തിന്റെ ദൃക്സാക്ഷികൾ.
ഇപ്പോൾ മരിയോത്സവത്തിന്റെ ദൃക്സാക്ഷികളാണ് നിങ്ങൾ ഓരോരുത്തരും, അല്ലേ? ആണോ? ഉറങ്ങുവാണോ? അല്ല. പ്രൈസ് ദി ലോർഡ്. നമ്മൾ ഇതിന്റെ ദൃക്സാക്ഷികളാണ്. അങ്ങനെയെങ്കിൽ യേശുക്രിസ്തുവിന്റെ മനുഷ്യാവതാരത്തിന്റെ, മനുഷ്യ ജീവിതത്തിന്റെ, പരസ്യ ജീവിതത്തിന്റെ, പീഡാനുഭവത്തിന്റെ, കുരിശുമരണത്തിന്റെ, ഉത്ഥാനത്തിന്റെ, സ്വർഗാരോഹണത്തിന്റെ, ആത്മാഭിഷേക വർഷത്തിന്റെ ദൃക്സാക്ഷികൾ എഴുതിയതാണ് ഈ വിശുദ്ധ വേദ പുസ്തകം. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ടാണ് തിരുവചനം പറയുക, അവൻ ആദ്യം മുതലേ ഉള്ളവനായതുകൊണ്ട് അവൻ എല്ലാ കാര്യങ്ങളും നിങ്ങളെ പഠിപ്പിച്ചു തരും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ പഠിപ്പിക്കാൻ പറ്റിയ ആളാണ് ആര്? പരിശുദ്ധാത്മാവ്. അതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ചു, ഈ സംശയത്തിന് മനുഷ്യരോട് ചോദിച്ചാൽ ചിലപ്പോൾ എനിക്ക് വ്യക്തമായൊരു മറുപടി കിട്ടാൻ ഇപ്പോൾ സാധ്യതയില്ല. അച്ഛൻ വന്നു കഴിഞ്ഞാൽ അച്ഛൻ പറഞ്ഞു തരും, അതെനിക്കറിയാം. ഇപ്പോൾ എനിക്ക് ആകെയുള്ള സാധ്യത എന്താണ്? പരിശുദ്ധാത്മാവിനോട് ചോദിക്കുക. എന്റെ കൂടെ പ്രയറിലുള്ള ചേച്ചിമാരോട് ഞാൻ പറഞ്ഞു, ഇങ്ങനെ ഒരു ലെറ്റർ കിട്ടിയിട്ടുണ്ട്, എനിക്ക് അതിന്റെ മറുപടി എഴുതണം എന്നതിനേക്കാൾ ഉപരി ഞാനിപ്പോ ഇവിടെ മാതാവിനോട് നിങ്ങളുടെ കൂടെ പ്രാർത്ഥിക്കുകയാണ്. അപ്പൊ അതിന്റെ പേരിൽ ഇതിന്റെ ഒരു അടിസ്ഥാന സത്യവും കൂടെ എനിക്കൊന്ന് അറിഞ്ഞാൽ കൊള്ളാമെന്നൊരാഗ്രഹമുണ്ട്. ഞാൻ ആ ചേച്ചിയോട് പറഞ്ഞു, നിങ്ങൾക്കൊക്കെ എല്ലാ കാര്യവും അറിയാം, നിങ്ങൾ ക്രിസ്ത്യാനികളാണ്, എനിക്കതൊന്നും അറിയാൻ പാടില്ല. ഞാൻ വന്നിട്ട് 1 മാസം കഴിഞ്ഞതേ ഉള്ളെന്ന് എനിക്ക് തോന്നുന്നത്. അപ്പൊ ഞാൻ അങ്ങോട്ട് പറഞ്ഞു, എനിക്ക് ഇതിനെപ്പറ്റി കൃത്യമായും വ്യക്തമായും അറിയാൻ പാടില്ലാത്ത ഒരു കാര്യമായതുകൊണ്ട് എന്തു ചെയ്യും? ഞാൻ പരിശുദ്ധാത്മാവിനോട് ചോദിക്കാൻ പോവുകയാണ്, എന്നെ ശല്യപ്പെടുത്തരുത്. ഉത്തരം കിട്ടിയിട്ടേ ഞാൻ വെള്ളവും ഭക്ഷണവും ഒക്കെ കഴിക്കുന്നുള്ളൂ എന്ന് പറഞ്ഞ് ഞാൻ ചാപ്പലിൽ കയറിയിരുന്നു, പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഞാൻ വിചാരിച്ചത് ചോദിക്കുമ്പോഴേ ഇങ്ങ് പറഞ്ഞു തരുമെന്ന്. രാവിലെ ഒരു 11 മണി കഴിഞ്ഞപ്പോഴാണ് ഞാൻ കത്ത് വായിച്ചത്. 12 മണിയോടെ ഇരുന്നത്. ഉച്ചയ്ക്ക് ഊണ് കഴിക്കാൻ എഴുന്നേറ്റില്ല, വൈകുന്നേരം 4 മണിക്ക് കാപ്പ് കുടിക്കാൻ എഴുന്നേറ്റില്ല. വിശക്കുന്നൊക്കെ ഉണ്ട്, ക്ഷീണമൊക്കെ ഉണ്ട്, എന്നാലും പറഞ്ഞില്ലേ, ദൈവം സംസാരിക്കട്ടെ. പരിശുദ്ധാത്മാവേ, മറിയത്തോട് പ്രാർത്ഥിക്കുന്നത് ശരിയാണോ? മറിയത്തിന്റെ രൂപം ഉണ്ടാക്കി വെച്ച ശരിയാണോ എന്നുള്ള ചോദ്യം. വൈകുന്നേരമായി, 10 മണിയായി. ചേച്ചിമാരെന്നെ നിർബന്ധിക്കുകയാണ്, എടി നീ വിചാരിക്കുന്ന പോലെ പരിശുദ്ധാത്മാവ് നമ്മൾ ചോദിക്കുമ്പോൾ ഇങ്ങോട്ട് ഓടി വരാനിരിക്കുവാണോ? അതൊന്നുമല്ല, നീ അറിയത്തില്ലാത്തോണ്ടാ, നീ ചെറിയ കുട്ടിയല്ലേ, നിങ്ങൾ കുറച്ചുകൂടെ കഴിയുമ്പോൾ കാര്യങ്ങൾ മനസ്സിലായി, നീ ഒന്ന് ഭക്ഷണം കഴിച്ചേച്ച് പ്രാർത്ഥിക്കുക. ഞാൻ പറഞ്ഞില്ല, പരിശുദ്ധാത്മാവ് സംസാരിക്കുന്നതാണ് ചെറിയ വല്ലച്ചൻ പറഞ്ഞിരിക്കുന്നത്. അവിടെ ഞാൻ ചോദിച്ചിട്ട് തന്നെ ബാക്കി കാര്യമുള്ളൂ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. രാത്രിയായി, 11 കഴിഞ്ഞു, എല്ലാരും ഉറങ്ങി, ഒറ്റയ്ക്കായി. വലിയ ഹോളാ, ചുറ്റും നോക്കി. കുറച്ച് 12 മണിയായി, മിണ്ടുന്നില്ല. 1 മണിയായി, എനിക്ക് തന്നെ ഒരു അങ്കലാപ്പായി. ഉറക്കവും ക്ഷീണവും ഒക്കെ ഉണ്ട് താനും, ഭക്ഷണവും വെള്ളം ഇല്ലല്ല. 2 മണിയായി. 2 മണിയായപ്പോൾ ഞാനിങ്ങനെ ചോദിക്കുന്നു, എനിക്കറിയാം പ്രാർത്ഥനയൊന്നും അറിയാൻ പാടില്ല പ്രിയപ്പെട്ടവർ, ഇന്നുമില്ല അന്നുമില്ല. ഞാനിങ്ങനെ ചോദിക്കുന്നു, പരിശുദ്ധാത്മാവേ എന്നോട് പറയണേ, മറിയത്തോട് പ്രാർത്ഥിക്കുന്നത് ശരിയാണോ? ഇയാൾ കത്തിലെഴുതാണോ ശരി? സഭ പഠിപ്പിക്കുന്നതാണോ ശരി? ഇതൊക്കെയാണ് ഞാൻ ചോദിക്കുന്നത്, സിമ്പിൾ ആയിട്ട്. അപ്പോൾ 2 മണിയായപ്പം എന്നോട് ഒരു സ്വരം, കർത്താവിന്റെ സ്വരം ഞാൻ കേട്ടിട്ടുള്ളത് കൊണ്ട് എനിക്കറിയാം കർത്താവിന്റെ സ്വരമാണ്. ഞാനിങ്ങനെയാ കേട്ടത്, നീ എലിസബത്ത് ചെയ്തതുപോലെ ചെയ്യുക. ഞാൻ വെട്ടിലായേ. കാരണം എന്താ? എലിസബത്ത് എന്റെ കൂടെ 8ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെ പഠിച്ച കൊച്ചാ. കോഴിക്കോട് പുല്ലിരാമ്പാറ സെന്റ് ജോസഫ് സ്കൂളില്, ഹൈസ്കൂളില് 8 മുതൽ 10 വരെ എന്റെ കൂടെ പഠിച്ച നാരങ്ങാത്തോടുള്ളൊരു പെങ്കൊച്ചാണ് ഈ എലിസബത്ത്. അവൾ ഇന്ന് ഡാൻസ് ടീച്ചറാ. ഞാനൊരു ലാബ് ടെക്നീഷ്യനായി യേശുവിന്റെ വഴിയെ പിന്നീട് മാറ്റി വയ്ക്കപ്പെട്ട ആളാണ്. യേശുവിനെ അറിഞ്ഞപ്പോ ഞാൻ ഈ ലോകത്തിന്റെ ആഡംബരങ്ങളെല്ലാം ഉപേക്ഷിച്ചാണ് ജീവിക്കുന്നത്. എലിസബത്ത് ചെയ്ത പോലെ ചെയ്യാൻ പറഞ്ഞപ്പം എന്റെ ഉള്ളു കത്തിയേ. ഞാൻ ഓർത്ത്, ഇനിയിപ്പോ എന്ത് ചെയ്യും? ദൈവമേ, ഇത് ദൈവം തന്നെയാണോ? ഈ രാത്രി 2 മണിയൊക്കെ ആയ സമയത്ത് സാത്താനെ സംസാരിക്കുമല്ലോ. അപ്പൊ എന്റെ ഉള്ളിൽ ചെറിയ വെളിച്ചം പറഞ്ഞ മറ്റൊരു കാര്യം വന്നു. എന്താണെന്നറിയാവോ? നിങ്ങൾക്ക് ഇങ്ങനത്തെ കാര്യങ്ങളിൽ സംശയം ഉണ്ടെങ്കിൽ വചനം ചോദിക്കണം. കറക്റ്റായിട്ട് വചനം തരും പരിശുദ്ധാത്മാവ്. ഉടനെ ഞാൻ പരിശുദ്ധാത്മാവിനോട് പറയാൻ തുടങ്ങി, പരിശുദ്ധാത്മാവ് ഒരു വചനം തന്നി കാര്യം സ്ഥിരീകരിക്കണം. ഉടനെ ഉത്തരവായി. ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു സ്വരം കേട്ടു, ലൂക്ക
41 വായിക്കുക. പ്രൈസ് ദി ലോർഡ്. ഞാൻ ബൈബിൾ എടുത്തു. എനിക്ക് ബൈബിൾ അറിയില്ലല്ലോ. ഞാൻ വേഗം ബ്യൂക്കായൊക്കെ എടുത്ത് താപ്പി പെറുക്കി 1-ാം അധ്യായം 41-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുകയാണ്. മറിയം എലിസബത്തിനെ സന്ദർശിച്ച് എലിസബത്തിനെ അഭിവാദനം ചെയ്യുകയാണ്. മറിയത്തിന്റെ അഭിവാദന സ്വരം കേട്ടപ്പോൾ എലിസബത്ത് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞവളായി. അവൾ ഇങ്ങനെ ഉദ്ഘോഷിച്ചു, എന്റെ കർത്താവിന്റെ അമ്മ എന്റെ അടുക്കൽ വരാനുള്ള ഈ ഭാഗ്യം എനിക്ക് എവിടെ നിന്ന്? നീ സ്ത്രീകളിൽ അനുഗ്രഹീത, നിന്റെ ഉദരഫലം അനുഗ്രഹീതം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, എന്റെ ചങ്കിന്റെ ഉള്ളിൽ ആനന്ദത്തിന്റെ 1000 പൂത്തിരി കത്തി. എനിക്ക് സന്തോഷമായി. പ്രൈസ് ദി ലോർഡ്. ആ എലിസബത്താണ് ദൈവം ഉദ്ദേശിച്ച എലിസബത്ത് എന്ന് അപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. ഞങ്ങളുടെ വീട്ടിൽ ചേച്ചിമാരി ചൊല്ലുന്നു എലീശോ പുണ്യവതി, എലീശോ പുണ്യവതി എന്നായതുകൊണ്ട് എനിക്ക് അത്ര നിശ്ചയം പോരായിരുന്നു ഈ എലിസബത്ത് ആരാന്നുള്ള കാര്യം. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ കന്യകാമറിയത്തെക്കുറിച്ച് പിന്നീട് പരിശുദ്ധാത്മാവ് എന്നെ വ്യക്തമായും പഠിപ്പിച്ചു. എങ്ങനെയാണ് മറിയം, അതിലൊക്കെ എഴുതിയ കത്തിന്റെ അകത്തുണ്ടായിരുന്നു, കർത്താവിന്റെ അമ്മയായി മാറുക. ദൈവത്തിന്റെ അമ്മയായി മാറാൻ ആർക്കാണ് പറ്റുക എന്നാണ് അദ്ദേഹം ചോദിച്ചത്. ഇവിടെ പറയുകയാണ്, തിരുവചനത്തിലൂടെ അവിടെ തന്നെ പഠിപ്പിച്ചു പരിശുദ്ധാത്മാവ്. ലൂക്കാസ് സുവിശേഷത്തിന്റെ 1-ാം അധ്യായത്തിൽ നമുക്കറിയാം, നമ്മൾ പഠിച്ചും വായിച്ചിട്ടുള്ള തിരുവചനങ്ങളാണ്. കർത്താവിന്റെ ദൂതൻ വന്ന് മറിയത്തോട് സംസാരിക്കുന്നത്. മറിയം മനുഷ്യ സ്ത്രീ ആയതുകൊണ്ട് പാപമുള്ളവളായിരുന്നു. അവളെ എന്തിനാണ് നിങ്ങൾ അമലോത്ഭവ എന്നും അതുപോലെ മറിയത്തെ പരിശുദ്ധ അമ്മയെന്നും വിളിക്കുന്നത് എന്നായിരുന്നു അദ്ദേഹത്തിന്റെ ഒരു ചോദ്യം. അതിനുള്ള ഉത്തരം പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തി തന്നു. നമുക്കറിയാം, കർത്താവിന്റെ മാലാഖ ഇന്നൊക്കെയാണ് ഫോണിൽ മെസ്സേജ് അയക്കുന്നത്, അല്ലേ? നമ്മൾ ഫോണിൽ മെസ്സേജ് അയക്കും, ഇന്റർനെറ്റിൽ മെസ്സേജ് അയക്കും. അന്ന് ദൈവത്തിന് മെസ്സേജ് അയക്കാൻ ഫോണും ഇന്റർനെറ്റും ഇല്ലാത്തത് കൊണ്ടാകാം സ്വർഗത്തിൽ നിന്ന് ദൈവം അയച്ചത് ഗബ്രിയേൽ ദൂതനെയാണ് മെസ്സേജുമായി. നസറത്തിലെ ഒരു കൊച്ചു വീട്ടിലെ മറിയത്തിന്റെ അടുക്കലേക്ക്. ആരുടെ അടുത്തുനിന്നാണ് ഗബ്രിയേൽ വരുന്നത്? ദൈവത്തിന്റെ അടുത്ത്. ദൈവത്തെ കണ്ട്, അല്ലെ, സന്ദേശം സ്വീകരിച്ച് മറിയത്തിന്റെ അടുത്ത് കൊണ്ടു കൊടുക്കുകയാണ്. അങ്ങനെ സ്വർഗത്തിൽ നിന്ന് വന്ന ഗബ്രിയേൽ ഭൂമിയിലെ നസറത്തിലെത്തി. നസറത്തിലെത്തി കഴിഞ്ഞപ്പോൾ സംഭവം എന്ത് സംഭവിച്ചു? കന്യാമറിയത്തിനെ കണ്ടു. മറിയത്തെ കണ്ടു കഴിഞ്ഞപ്പോൾ ദൂതൻ സത്യത്തിൽ ഞെട്ടിക്കാണും. എന്താ സംഭവം? സ്വർഗത്തിൽ തന്നെ അയച്ച ദൈവമിതാ മറിയത്തിന്റെ കൂടെ നിൽക്കുന്നു. അതുകൊണ്ട് കൃപ നിറഞ്ഞ മറിയമേ, ദൈവകൃപ നിറഞ്ഞവളെ, സ്വസ്തി എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് ദൂതൻ എന്താ പറഞ്ഞത്? കർത്താവ് നിന്റെ കൂടെ നിൽക്കുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആദ്യ മാതാപിതാക്കളോട് കൂടെ ദൈവം നിന്നപ്പോഴൊന്നും ആദ്യ മാതാപിതാക്കൾ പാപം ചെയ്തില്ല. അങ്ങനെയെങ്കിൽ മറിയത്തിന്റെ കൂടെ ആരാ? കർത്താവ്. മറിയത്തിന് പാപം ചെയ്യാൻ പറ്റുമോ? അപ്പന്റെ അമ്മയുടെയും നടുക്കിരിക്കുന്ന കൊച്ചു എന്ത് മര്യാദക്കാരനായിരിക്കും? എന്നാ അപ്പനും അമ്മയും ഇപ്പൊ ധ്യാനത്തിന് പോകുന്ന സമയത്ത് എന്തായിരിക്കും അവിടെ മേളം? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവ് കൂടെ നിൽക്കുന്ന മറിയത്തിന് പാപം ചെയ്യാൻ പറ്റുമോ? മാത്രമല്ല, ദൂതൻ പറഞ്ഞ ഒരു വാക്ക് എനിക്ക് വളരെയധികം സന്തോഷം തോന്നി. ദൈവ കൃപ നിറഞ്ഞവളെ സ്വസ്തി. ദൈവ കൃപ നിറയുക എന്ന് പറഞ്ഞാൽ പുറത്തൂടെ പോവുക എന്നുള്ളതല്ല. പിന്നെയോ മറിയത്തിന്റെ ഉള്ളിൽ ദൈവത്തിന്റെ കൃപ നിറഞ്ഞ് ഇരിക്കുന്നുവെന്ന് ഗബ്രിയേൽ ദൂതനാണ് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇനി എന്താണ് ഈ കൃപ? എങ്ങനെയാണ് കൃപയിൽ നിറയുക? കൃപയിലേക്ക് വന്നാലത്തെ അവസ്ഥ എന്താണ്? ബൈബിളിൽ നാം വായിക്കും, വിശുദ്ധ
യോഹന്നാൻ ശ്ലീഹ ഇങ്ങനെ എഴുതിയിരിക്കുകയാണ്. 1-ാം അധ്യായം 14-ാം വാക്യം. അവിടെ നമ്മൾ വായിക്കുന്ന വചനം ഇങ്ങനെയാണ്: വചനം മാംസം ധരിച്ച് നമ്മുടെ ഇടയിൽ വസിച്ചു. മാംസം ധരിച്ച വചനത്തിനൊരു പ്രത്യേകത അദ്ദേഹം ഇങ്ങനെ എഴുതി. എന്താണ് എഴുതിയത്? കൃപയും സത്യവും നിറഞ്ഞതും പിതാവിന്റെ ഏകജാതന്റെ മഹത്വം. കൃപയും സത്യവും നിറഞ്ഞ പിതാവിന്റെ ഏകജാതന്റെ മഹത്വമാണ് ദൈവകൃപ. എവിടെയാണതിരിക്കുന്നത്? അടുത്ത വചനത്തിൽ നാം വായിക്കും, 16-ാം വാക്യം: അവന്റെ പൂർണ്ണതയിൽ നിന്ന് നാം എല്ലാം കൃപയ്ക്കുമേൽ കൃപ സ്വീകരിച്ചു. 17-ാം വാക്യം: എന്തുകൊണ്ടെന്നാൽ നിയമം മോശ വഴി നൽകപ്പെട്ടു, കൃപയും സത്യവുമാകട്ടെ യേശുക്രിസ്തു വഴിയുണ്ടായി. ഹല്ലേലൂയ. കൃപയും സത്യവും എപ്പോഴാ ഉണ്ടായത്? യേശുക്രിസ്തു വഴി. അങ്ങനെയാണെങ്കിൽ യേശുക്രിസ്തു മറിയത്തിൽ ജനിക്കുന്നതിന് മുമ്പ് തന്നെ മറിയം ദൈവകൃപയിൽ നിറഞ്ഞു. ക്രൈസ്തലോ, അത് യേശുവിലൂടെയാണ് മറിയത്തിന് ലഭിച്ചത്? അല്ല, അത് പിതാവായ ദൈവം മറിയത്തിന് നൽകിയതാണ് കൃപ. ക്രൈസ്തലോ, ഇനി എന്താണ് ഈ ദൈവകൃപ? അതിന്റെ പ്രത്യേകത അത് കാണണമെങ്കിൽ റോമാലേഖനം 6-ാം അധ്യായം 14-ാം വാക്യം വായിക്കണം. അവിടെ നമ്മൾ വായിക്കും, അത് വളരെ 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 ദൈവിക സത്യം നിറഞ്ഞ വചനമാണ്. നമ്മൾക്കെല്ലാം അനുഗ്രഹദായകമായൊരു വചനമാണ് റോമാലേഖനം 6:14. പാപം നിങ്ങളുടെ മർത്യ ശരീരത്തിന്റെ മേൽ ഇനി ഭരണം നടത്തുകയില്ല. പ്രൈസ് ദി ലോർഡ്. എന്താണ് പാപം? ഇനി നിങ്ങളുടെ ഈ മർത്യ ശരീരത്തിൽ ഭരണം നടത്തുകയില്ല. കാരണം എന്താണ്? നിങ്ങൾ ഇനി നിയമത്തിന്റെ കീഴിലല്ല, കൃപയുടെ കീഴിലാണ്. ഒരു വ്യക്തി കൃപയുടെ കീഴിൽ വരുമ്പോൾ തന്നെ പാപത്തിന് ഭരണം നടത്താൻ പറ്റുമോ? ഇല്ല. അങ്ങനെയെങ്കിൽ യേശു ജനിക്കുന്നതിന് മുമ്പ് തന്നെ ദൈവകൃപ നിറഞ്ഞ മറിയത്തിൽ പാപമുണ്ടോ? അതാണ് മറിയം അമലോത്ഭയായി പരിശുദ്ധ മറിയമായി മാറിയത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവം മഹത്വപ്പെടട്ടെ. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഭാഗ്യമുള്ളവരാണ്. എന്തെന്നാൽ ആദവും ഹവ്വയും പാപം ചെയ്തപ്പോൾ ദൈവത്തിനെ കാണാൻ പറ്റാത്ത പാപത്തിന്റെ മറ മൂലം പറുദീസ നഷ്ടപ്പെട്ടു പോയവരാണ്. നമുക്കറിയാം, യെശയ്യാ പ്രവാചകൻ ഇങ്ങനെ പറയുന്നുണ്ട് 59-ാം അധ്യായത്തിന്റെ 1-2 വാക്യങ്ങളിൽ: രക്ഷിക്കാനാകാത്ത വിധം കർത്താവിന്റെ കരം കുറുകിയിട്ടില്ല, നിന്റെ നിലവിളി കേൾക്കാൻ വയ്യാത്ത വിധം അവിടുത്തെ കാതുകൾ അടഞ്ഞിട്ടില്ല. പിന്നെ എന്തുകൊണ്ട് നിന്റെ നിലവിളിയും കണ്ണുനീരും ദൈവം കാണുന്നില്ല? നിന്റെ പാപം നിമിത്തം നിന്റെ മുഖം ദൈവത്തിൽ നിന്ന് മറഞ്ഞിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. മനുഷ്യന്റെ പാപം മൂലം പറുദീസ നഷ്ടപ്പെട്ട് ദൈവത്തെ കാണാനുള്ള കൃപ നഷ്ടപ്പെട്ടു പോയ മനുഷ്യൻ മോശ ചോദിക്കുന്നുണ്ട് ദൈവത്തോട്: ദൈവമേ, എനിക്ക് നിന്നെ ഒന്ന് കാണണം. കാണാൻ പറ്റുന്നില്ല. ഒരു നിഴല് പോലെ ദൈവം അവന്റെ മുമ്പിലൂടെ ഉദ്ഘോഷിച്ച് കടന്നുപോയി: ഞാനാകുന്നവൻ ഞാനാകുന്നു എന്ന് പറഞ്ഞ്. പ്രൈസ് ദി ലോർഡ്. നിയമം കൊണ്ടുവന്ന മോശയ്ക്ക് പോലും ദൈവത്തെ അങ്ങനെ കാണാൻ പറ്റുള്ളൂ. പ്രകാശത്തിന്റെ തീവ്രതയിൽ ദൈവത്തെ മുഖാമുഖം കണ്ടുവന്ന് നാം വായിക്കും. പ്രമാണങ്ങൾ എഴുതുമ്പോൾ മോശ എങ്ങനെ കാണും? പ്രകാശത്തിന്റെ പ്രകാശമായ ദൈവത്തെ മനുഷ്യന് നോക്കാൻ പറ്റുകയില്ല എന്ന തിരുവചന സാക്ഷ്യം. കാരണം ദൈവത്തിന്റെ മുഖം ദർശിച്ച മോശയുടെ മുഖം പ്രകാശിച്ചതുകൊണ്ട് മോശയുടെ മുഖത്ത് നോക്കാൻ പോലും ഇസ്രായേൽ ജനത്തിന് സാധിക്കാതെ വന്നപ്പോൾ മോശ ജനലിന് കത്തണിടുന്ന പോലെ മുഖത്തൊരു വിരിയിട്ടെന്ന നമ്മൾ ലേഖനത്തിൽ വായിക്കുക. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയെങ്കിൽ 10,000 കോടി സൂര്യന്മാരെക്കാൾ തേജസ്സുള്ള ദൈവത്തെ പാപികളായ മനുഷ്യർക്ക് എങ്ങനെ ദൃഷ്ടിഗോചാരമാകും? പ്രൈസ് ദി ലോർഡ്. ഇതാ
മറിയം നമ്മുടെ ജീവിതത്തിലേക്ക് വരികയാണ്. കൃപ നിറഞ്ഞ മറിയം, പാപരഹിതയായ മറിയം, പരിശുദ്ധയായ മറിയം. ദൈവത്തിന്റെ വാക്കുകൾക്ക്, പരിശുദ്ധാത്മാവിന്റെ മണവാട്ടി എന്നൊക്കെ മറിയത്തെ കുറിച്ച് പറയുമ്പോൾ ഒരു ഭർത്താവിന്റെ വാക്ക് ശിരസാ വഹിച്ച് ജീവിക്കുന്ന, ഭർത്താവിന് വേണ്ടി മാത്രം ജീവിക്കുന്ന സ്ത്രീകളെയാണ് പതിവ്രത എന്ന് പറഞ്ഞ് ഭാരതീയർ അഭിമാനത്തോടെ നിർത്തുന്ന ഈ രാജ്യത്ത് നമുക്കറിയാം മറിയത്തിന്റെ പ്രസക്തി. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ വാക്കുകൾ കേട്ടപ്പോൾ മറിയം പറഞ്ഞത് എന്താ? ലൂക്കാ 1:38 ഇതാ കർത്താവിന്റെ ദാസി, നിന്റെ വാക്ക് എന്നിൽ പൂർത്തിയാകണം. ഇതാ മറിയം പറഞ്ഞത്. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ വാക്കിന്, പരിശുദ്ധാത്മാവിന്റെ ഇംഗിതങ്ങൾക്ക് തന്റെ ജീവിതത്തെ മറിയം വിട്ടുകൊടുത്തപ്പോൾ റോമാലേഖനം 8:14 പൂർത്തിയാവുകയാണ്. എന്താണ് ആ വചനം? ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നവരെല്ലാം ദൈവത്തിന്റെ മക്കളാണ്. നമ്മൾ മറിയത്തോട് ചേർന്നിരിക്കുമ്പോൾ നാം ശ്രദ്ധിക്കേണ്ട പ്രഥമമായ ഒരു കാര്യം അതാണ്. നാം നയിക്കപ്പെടേണ്ടത് ഈ ലോകത്തിന്റെ ഗതിവിഗതികളിലല്ല, പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടണം. മറിയം അങ്ങനെയാണ് പോയത്. മറിയത്തിന്റെ മക്കളും പരിശുദ്ധാത്മാവിൽ നയിക്കപ്പെടണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ കന്യകാമറിയം, കൃപ നിറഞ്ഞ് പരിശുദ്ധയായ കന്യകാമറിയം, ദൈവത്തിന്റെ വാക്ക് അനുസരിച്ച കന്യകാമറിയം. നമുക്കറിയാം, യേശു ഒരിക്കൽ ഇങ്ങനെ പറഞ്ഞു. യേശുവിന്റെ ചുറ്റും അനേകർ കൂടി. നമ്മുടെ അനേകർ പറയാറുള്ള ഒരു കാര്യമാണ്. പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തിയ കാര്യമായതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയാൻ വലിയ സന്തോഷമാണ്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിന്റെ 12-ാം അധ്യായം 46 മുതൽ 50 വരെയുള്ള വാക്യങ്ങളിലാണ് യേശു ഇത് പറഞ്ഞത്. ആരാണ് എന്റെ അമ്മയും സഹോദരരും? ദൈവവചനം അനുസരിക്കുന്നവരും അതനുസരിച്ച് ജീവിക്കുന്നവരുമാണ് എന്റെ അമ്മയും. വളരെ സിമ്പിളാണത്. ഇതാ കർത്താവിന്റെ ദാസി, അങ്ങയുടെ വാക്കെനിൽ നിറവേറട്ടെ എന്ന് പറഞ്ഞ് വചനത്തിന് പൂർണ്ണമായും വിധേയമായ ആളാണ് ആര്? മറിയം. മറിയത്തോളം നമുക്ക് അനുസരിക്കാൻ പറ്റിയിട്ടുണ്ടോ? ഉണ്ടോ പ്രിയപ്പെട്ടവരെ? പ്രൈസ് ദി ലോർഡ്. യേശുവാകട്ടെ ഈ കന്യാമറിയത്തിൽ നിന്നാണ് ശരീരം സ്വീകരിച്ചതെന്ന് വിശ്വാസ പ്രമാണത്തിൽ നമ്മൾ പഠിക്കുകയാണ്. അതാണ് നമ്മുടെ വിശ്വാസ പ്രമാണം. മറിയത്തിൽ നിന്ന്, ഫലത്തിൽ നിന്നാണ് വൃക്ഷം. നോക്കുക, ദൈവത്തിന്റെ സ്വന്തമായ, ദൈവത്തിന്റെ ഇഷ്ടങ്ങൾക്ക് തന്നെ തന്നെ വിട്ടുകൊടുത്ത, ദൈവേഷ്ടത്തിനുപരിയായി തന്റെ ജീവിതത്തിൽ ഒരു ഇഷ്ടമില്ലെന്ന് പ്രഖ്യാപിച്ച മറിയം വചനം അനുസരിച്ചവളാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ നാം മറിയത്തിന്റെ മക്കളായി മരിയോത്സവത്തിൽ ഇരിക്കുമ്പോൾ നാം തീരുമാനമെടുക്കേണ്ട പ്രധാനപ്പെട്ട കാര്യമുണ്ട്. കർത്താവേ, അങ്ങയുടെ വാക്കനുസരിച്ചായിരിക്കും ഞാൻ ഇനി ജീവിക്കുക.